നിലവിൽ ചത്താപ്പച്ച റിലീസായി കഴിഞ്ഞു. നമ്മൾ പണ്ട് കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ WWE കാണാനായിട്ട് ടിവിയുടെ മുന്നിൽ ഇരുന്നിരുന്ന ആ ഒരു ആവേശം ഉണ്ടല്ലോ, അത് അതേപടി കൊച്ചിയിൽ ഒരു ലോക്കൽ ഗല്ലിയിലേക്ക് പറിച്ചു നട്ട എങ്ങനെയിരിക്കും? അതാണ് ചത്താപ്പച്ച. നവാഗതനായ അദ്വൈത് നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ WWE സ്റ്റൈലിലുള്ള ഗുസ്തിയെ കൊച്ചിയിലെ നാടൻ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു ലിറ്റ് പോപ്കോൺ എന്റർടൈനർ തന്നെയാണ്. ഇനി ഇതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് അർജുൻ അശോകനിൽ തുടങ്ങാം. ലോക്കോ ലോബോ അഥവാ സാവി എന്നാണ് പുള്ളി ചെയ്ത കഥാപാത്രത്തിന്റെ പേര്. സ്ലാംസും ആ സ്റ്റൈലിഷ് ലുക്കും കൊണ്ട് അർജുൻ അശോകൻ തന്റെ റോൾ എന്തായാലും ഗംഭീരാക്കിയിട്ടുണ്ട്. ഗുസ്തിക്കാരന്റെ സ്വാഗും കോമിക് ടൈമിങ്ങും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി റോഷൻ മാത്യു ചെയ്ത വെട്രി. എനിക്ക് തോന്നുന്നു സാധാരണയായി കാണുന്ന റോഷന്റെ റോളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ടഫ് ഗായ് ഇമേജിലാണ് അദ്ദേഹം വരുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഓരോ ആക്ഷൻ രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി എടുത്തു പറയാനുള്ളത് ഇഷാൻ ഷൗക്കത്തിനെ കുറിച്ചാണ്. റോഷന്റെയും അർജുന്റെയും അനിയനായിട്ടുള്ള ലിറ്റിൽ എന്ന ക്യാരക്ടറായിട്ടാണ് ഇഷാൻ എത്തുന്നത്. ആക്ഷൻ സീക്വൻസുകളിൽ ഇഷാൻ റോഷനോടും അർജുനോടും കിടപിടിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ചെറിയാൻ എന്ന സ്വാർത്ഥനായിട്ടുള്ള വില്ലൻ കഥാപാത്രമായി വിശാഖ് നായർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഒരു വില്ലൻ എന്നതിലുപരി പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയ സിനിമയ്ക്ക് ഒരു പരിധിവരെയും ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോസമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചൈൽഡ് ആർട്ടിസ്റ്റ് വേദിക ഒരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു. മുതിർന്നവരെ പോലെ സംസാരിക്കുന്ന കുട്ടി എന്ന നിലയിൽ കുട്ടിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പിന്നെ ചിത്രത്തിലെ ബാക്കി റെസ്ലിംഗ് താരങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇനി സിനിമയുടെ സ്റ്റോറിയിലോട്ട് വരുവാണെങ്കിൽ, മലയാള സിനിമയിലെ റെസ്ലിംഗ് പശ്ചാത്തലമാക്കിയിട്ട് ഒരുക്കി എന്നുള്ളത് ഒരു പ്രത്യേകതയാണെങ്കിലും മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ കണ്ടു മറന്ന സ്ഥിരം കഥ തന്നെയാണ് ചത്താപ്പച്ചയുടേതെന്നും പറയാം. അതായത് കഥയ്ക്ക് വലിയ പുതുമയൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഈ സിനിമ കാണാൻ നമ്മളൊക്കെ കാത്തിരുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അത് നമ്മുടെ വാൾട്ടറിന്റെ എൻട്രിക്ക് വേണ്ടിയായിരിക്കും. അതായത് നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി ഒക്കെ പക്കാ മാസായിരുന്നു. പക്ഷെ തുടക്കത്തിലെ മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ചെറുതായിട്ട് പാളിയതുപോലെ തോന്നി. കൊച്ചി സ്ലാങ് ഒക്കെ പിടിച്ചാണ് മമ്മൂക്കയും വരുന്നത്. അറിയാലോ, മമ്മൂട്ടിയാണ്, ഏത് സ്ലാങ്ങും അവിടെ ഭദ്രാണ്. എന്നിരുന്നാലും ഡബിങ്ങിലെ ലൗഡ്നെസ് ആയിരിക്കാം ചെറുതായിട്ട് പാളിയതുപോലെ തോന്നിയത്. അറിയില്ല, ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ആണല്ലോ. ചിലർക്ക് ഇത് വർക്കായേക്കാം. സോ ഇനി നമുക്ക് സിനിമയുടെ ബേസ് ആയിട്ടുള്ള മ്യൂസിക് ആൻഡ് BGMിലോട്ട് വരാം. ബോളിവുഡ് സംഗീത ഇതിഹാസങ്ങൾ ശങ്കർ ഇഹ്സാൻ ലോയ് മലയാളത്തില് അരങ്ങേറ്റം കുറിച്ച ചിത്രമാണിത്. പാട്ടുകൾ മികച്ചതാണെങ്കിലും മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സിനിമയെ മറ്റൊരു തലത്തിലെത്തിക്കുന്നത്. ഓരോ ഗുസ്തി മത്സരത്തിന്റെയും ആവേശം കൂട്ടാൻ BGMന് കഴിഞ്ഞു. എന്നിരുന്നാലും ആവശ്യമുള്ളിടത്തൊക്കെ, അതായത് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ BGMന്റെ ഒരു അഭാവം കുറഞ്ഞു പോയോ എന്ന് തോന്നി. എന്നാലും മൊത്തത്തിൽ പവർ പാക്ഡ് ആണ് സംഭവം. അതുപോലെ തന്നെ ആനന്ദ് സി ചന്ദ്രന്റെ സിനിമാറ്റോഗ്രാഫി കൊച്ചിയുടെ സൗന്ദര്യമല്ല, മറിച്ച് അവിടുത്തെ റോ വൈബാണ് കാണിക്കുന്നത്. ക്യാമറ ആംഗിളുകളും ലൈറ്റിങ്ങും ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് മൂവിയുടെ ക്വാളിറ്റി സിനിമയ്ക്ക് നൽകുന്നുണ്ട്. കലൈ കിങ്സിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി എടുത്ത് പറയണം. കാരണം അതുപോലെയുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ വലിയൊരു ലോജിക് ഒന്നും നോക്കാതെ പക്ക മാസ് പടം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചത്താപ്പച്ചയ്ക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതൊരു വൻ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ തിയേറ്ററിൽ ഇരുന്ന് ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു ഐറ്റാണ്. സോ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതുപോലത്തെ ന്യൂ റിലീസ്ഡ് മൂവീസിന്റെ വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്